ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. എല്ലാവർക്കും ഇരിക്കാം. മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ വാക്യങ്ങൾ വായിക്കാം. മാത്യു ചാപ്റ്റർ 1 വേഴ്സ് 18 onwards. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം ഇവണ്ണമായിരുന്നു. അവന്റെ അമ്മയായ മറിയ യോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുൻപേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ട്, അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസഫേ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. മതി. കഴിഞ്ഞ തലേ ആഴ്ച വരെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ശലോമോന്റെ കാര്യമായിരുന്നു. യഹോവയായ ദൈവം ശലോമോന് സ്വപ്നത്തിൽ വെളിപ്പെട്ടു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് ദാവീദ് സിയോൻ കോട്ട പിടിച്ചു. നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞ ദിവസം ദൈവം നമ്മളെ സഹായിച്ചു. കഴിഞ്ഞ ആഴ്ച എല്ലാ വചനങ്ങളും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറി. കഴിഞ്ഞ തലയാഴ്ച പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുക. വലിയൊരു ജനനദിയെ നയിക്കാനായിട്ട് ശലോമോനെ കഴിയത്തില്ല എന്നവന് മനസ്സിലായപ്പോൾ ശലോമോൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവ സ്വപ്നത്തിൽ ശലോമോൻ്റെ അടുക്കൽ ഇറങ്ങി വന്നു. നമ്മുടെ ദൈവം സ്വപ്നത്തിൽ വെളിപ്പെടുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഇന്ന് ഞാൻ വായിച്ച വേദഭാഗം ദൈവം 20-ാം വാക്യം ഇങ്ങനെ നിശ്ചയിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവനെ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസഫേ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. സ്വപ്നത്തിൽ വെളിപ്പെട്ടിട്ട് ദൈവം അവനോട് സംസാരിക്കുകയാണ്. നമ്മുടെ ദൈവം സ്വപ്നത്തിൽ വെളിപ്പെട്ട് സംസാരിക്കുന്ന ദൈവമാണ്. നമ്മളതിനെ വലിയ ഗൗരവമായിട്ട് കാണുന്നില്ല. നമ്മളെ നേരിട്ട് സംസാരിച്ചാലേ നമ്മൾ അറിയത്തുള്ളൂ. പക്ഷേ ഓർക്കണം, ഒരു മനുഷ്യൻ്റെ ഒരു ഭാഗം അവൻ ഉറക്കത്തിലാണ്. രാത്രി 10 തൊട്ട് വെളുപ്പിന് 5 മണി വരെ അല്ലെ 6 മണി വരെ നമ്മൾ ഉറക്കത്തിലാണ്. 6-7 മണിക്കൂർ നമ്മൾ ഉറക്കത്തിലാണ്. പകൽ നമ്മൾ ഓർമ്മയോടും ജീവനോടും ഇരിക്കുന്ന പോലെ തന്നെ രാത്രിയിലെ ഉറക്കങ്ങളിലും ദൈവം സംസാരിക്കും. പകൽ നീ അഭിമുഖീകരിച്ച വിഷയങ്ങൾക്ക് രാത്രിയിൽ ദൈവം നിന്റെ കിടക്കയിൽ മറുപടി തരും. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിച്ചു കിടക്കുന്ന നിനക്ക് ദൈവത്തിൻ്റെ ഉത്തരങ്ങൾ ദൈവം തരുമെന്നാണ് പറഞ്ഞത്. നിന്റെ വിഷയങ്ങൾക്ക് മറുപടികൾ 24 മണിക്കൂറും തരാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമുക്ക് അറിയാവുന്നൊരു ഭാഗമാണ്, ജോസഫിനെ ദൈവം സ്വപ്നത്തിൽ വെളിപ്പെടുകയാണ്. സ്വപ്നത്തിൽ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. അപ്പോൾ സ്വപ്നത്തിൽ ദൂതൻ പ്രത്യക്ഷനാകുകയാണ്. ഇവിടെ എന്താ പ്രശ്നം? ഇവിടുത്തെ പ്രശ്നം, അവൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന മറിയ എന്ന സ്ത്രീ വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായിരിക്കുന്നു. ഒരു പുരുഷൻ വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ, യഹൂദ സംസ്കാരം അനുസരിച്ച് വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ ആ വിവാഹം കഴിയുന്നിടം വരെയും ആ സ്ത്രീ വളരെ പ്യുവറായിട്ട് പാതിഥ്യത്തോടെ ജീവിക്കണമെന്നാണ് അവിടുത്തെ നിലവാരം. അപ്പോൾ അതിന് കളങ്കമുണ്ടാകുന്ന ഒരു കാര്യവും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഞാൻ ആ ഭാഗങ്ങൾ വിശദീകരിക്കുന്നില്ല. ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യം, ജോസഫിന് വിവാഹ നിശ്ചയം ചെയ്യാനായിട്ട് ചെയ്തിരിക്കുന്നതായ ആ പെൺകുട്ടി വിവാഹത്തിന് മുമ്പേ പ്രഗ്നൻ്റ് ആയിരിക്കുന്നു. അവൾ ഗർഭിണിയായിരിക്കുന്നു. ഒരു സ്ത്രീ വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായാൽ അതിൽ പല ലോക അപവാദം വേറെയില്ല. അങ്ങനെയുള്ള സ്ത്രീകളെ എന്താണ് ചെയ്യേണ്ടതെന്ന് ന്യായപ്രമാണത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആമത്തെ പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ വായിക്കേണ്ട 13-20 വാക്യങ്ങളിലെ അങ്ങനെയുള്ള സ്ത്രീകളെ കല്ലെറിഞ്ഞു കൊല്ലണം എന്ന് പറഞ്ഞിരിക്കുന്നു. കല്ലെറിഞ്ഞു കൊല്ലണം. ഒരു ദാക്ഷിണ്യവും കാണിക്കാൻ പാടില്ല. ആമത്തെ 24:1
ഉപേക്ഷണ പത്രം കൊടുത്ത് അവളെ അവോയ്ഡ് ചെയ്യണമെന്ന് കാണുകയാണ്. വേറൊരു രീതിയാണ് യഹൂദൻ്റെ ഗൂഢമായി ഉപേക്ഷിക്കുക എന്നുള്ളതാണ് വേറൊരു രീതിയാണ്. വേറൊരു രീതി നമുക്ക് കാണുന്നുണ്ട്. അത് ഉൽപ്പത്തി 32-34 പുറത്ത് കൊണ്ടുപോയി ചുട്ടുകൊന്നു കളയണം. ഇതൊക്കെയാണ് അവിടുത്തെ അന്നത്തെ ജീവിത രീതി. അപ്പോൾ ഇപ്രകാരമുള്ള വളരെ ഘോരമായ ക്രൂരമായ ശിക്ഷകൾ ഈ മറിയക്ക് ഉണ്ടാകേണ്ടതാണ്. എന്നാൽ ജോസഫ് വളരെ മാന്യനായ ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് അവൻ തീരുമാനിച്ചു, ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ല, ആരും അറിയാതെ ഗൂഢമായിട്ട് ഉപേക്ഷിക്കാം എന്ന് തീരുമാനിക്കുകയാണ്. ജോസഫിൻ്റെ ക്വാളിറ്റികളോടെ പറയുന്നുണ്ട്. ഒന്ന്, അവൻ നീതിമാനായിരുന്നു. 2, താൻ വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീക്ക് ലോക അപവാദം വരുത്താൻ അവന് മനസ്സില്ലായിരുന്നു. ഇന്ന് നിസ്സാര കാര്യങ്ങളുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലോക അപവാദം വരുത്താൻ മനുഷ്യർക്ക് ഒരു മടിയില്ല. ചെറിയ റീസൺ മതി. ചെറിയ റീസൺ കൊണ്ട് ലോക അപവാദങ്ങൾ വരുത്തുക. എന്നാൽ ജോസഫ് അങ്ങനെ ആയിരുന്നില്ല. ലോക അപവാദം വരുത്താൻ അവന് മനസ്സില്ലായിരുന്നു. അതുകൊണ്ട് ആരും അറിയാതെ ഗൂഢമായി ഉപേക്ഷിക്കാനായിട്ട് അവൻ തീരുമാനമെടുക്കുകയായിരുന്നു. ആരും അറിയത്തില്ല, രഹസ്യമായിട്ട്. ഒരു കാര്യം എല്ലാവരും ഓർത്തോളം, പരസ്യമാക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷെ രഹസ്യമായി സൂക്ഷിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. മറ്റുള്ള കാര്യം പരസ്യമായി ആക്കാൻ നീ എടുക്കുന്ന എഫർട്ടിൽ ഒരു കാര്യം ഓർത്തോണം, അതേ സംഭവം നിൻ്റെ വീട്ടിൽ നിനക്കും ഉണ്ടാകാം. അതുകൊണ്ട് മറ്റുള്ളവരുടെ വിഷയം പരസ്യമാക്കാൻ ദയവായി ശ്രമിക്കല്ലേ. ഫോണിൽ കൂടെയോ വാട്സപ്പിൽ കൂടെയോ ഫേസ്ബുക്കിൽ കൂടെയോ മറ്റുള്ളവരെ അപമാനിക്കാനും അപായപ്പെടുത്താനും അവരെ ദുഃഖിപ്പിക്കാനുമുള്ള യാതൊരുവിധ ചിന്തകളും നമുക്കുണ്ടാകാൻ പാടില്ല. ജോസഫ് അതുകൊണ്ട് രഹസ്യമായി ഉപേക്ഷിക്കാൻ, ഗൂഢമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ജീവിതത്തിൽ നമ്മൾ എഫർട്ടുകൾ വചനപ്രകാരം മാതൃകയോടെ നീതിയോടെ എടുക്കുന്നെങ്കിൽ നമ്മൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരുന്ന ദൈവമാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അടുത്തൊരു കാര്യം പരിശുദ്ധമായി എടുത്തു പറയുകയാണ്, അവളിൽ ഉൽപ്പാദമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിലാണെന്ന് ദൈവം ഇറങ്ങുമെന്ന് പറയുക. 10 പേര് പറഞ്ഞാലും ജോസഫിന് വിശ്വസിക്കാൻ പ്രയാസമാണ്, കാരണം അങ്ങനെ കാര്യം നടക്കത്തില്ല. പക്ഷെ ദൈവം തൻ്റെ ദൂതനെ അയച്ചു പറയുകയാണ്, അവൾ ഉൽപ്പാദമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിലാണെന്ന് പറയുകയാണ്. അടുത്ത് ദൈവം നമ്മുടെ കൂടെ അർത്ഥമുള്ളതെന്നുള്ള ഇമ്മാനുവേൽ എന്ന അർത്ഥമുള്ള യേശു എന്ന് പേരിടണമെന്നും ദൈവം ജോസഫിനോട് പറയുകയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നടന്നത് ദൈവമക്കളെ സ്വപ്നത്തിലാണ് നടന്നത്. നേരെ ഇരിക്കുമ്പോഴല്ല നടന്നത്, സ്വപ്നത്തിലാണ് നടന്നത്. ഇന്ന് പകരം നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ ആത്മമണ്ഡലങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഉണർന്നിരിക്കുമ്പോൾ നടക്കുന്ന അത്ഭുതങ്ങളെക്കാൾ കൂടുതൽ നിന്റെ ജീവിതത്തിൽ ആത്മമണ്ഡലങ്ങളിൽ ദൈവപ്രവൃത്തികൾ ദൈവം ചെയ്യുമെന്ന് ഇന്ന് പകൽ നീ തിരിച്ചറിയണം. ദൈവത്തിന് സ്തോത്രം. ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന് ഓരോ ഇടപെടലുകളാണുള്ളത്. നീ ഇന്ന് കടന്നു പോകുന്ന പ്രതിസന്ധി എന്താണെന്നും ഭാരം എന്താണെന്നും ദൈവത്തിന് അറിയാം. ദൈവത്തിന് നിന്നെ വ്യക്തിപരമായിട്ട് അറിയാം. ദൈവം നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ തോട്ടത്തിൽ ദൈവം നിന്നെ നട്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിനക്കൊരു അഡ്രസ് ഉണ്ട് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ നീ ഓർത്തോണം, നിന്റെ മേൽ ദൈവത്തിന്റെ പുതപ്പ് ഇന്ന് പകൽ ദൈവം ഇടാൻ പോകുകയാണ്. കരമടിച്ചൊരു സ്തോത്രം. നിന്റെ മേലൊരു പുതപ്പ്. സ്തോത്രം 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 സ്തോത്രം. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. നിന്റെ ചില ചോദ്യങ്ങൾക്ക് മറുപടികൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിനക്ക് തരാൻ പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഉണർന്നിരിക്കുമ്പോൾ നീ പ്രാപിക്കുന്ന നന്മകളേക്കാൾ കൂടുതൽ ഉറങ്ങിക്കിടക്കുമ്പോൾ നിന്റെ മേൽ പകരാൻ എന്റെ ദൈവത്തിന് കഴിയും. സ്തോത്രം 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 സ്തോത്രം. നാളെ നിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇന്ന് ദൈവം നിന്നോട് അറിയിക്കും.
പ്രവാചകന്മാരിൽ കൂടെ അറിയിക്കും, സ്വപ്നത്തിൽ കൂടെ അറിയിക്കും, വെളിപ്പാടിൽ കൂടെ അറിയിക്കും, ഭജനത്തിൽ കൂടെ അറിയിക്കും, പാട്ട് കൂടെ അറിയിക്കും, ഒക്കെ ദൈവം അറിയിക്കുമെങ്കിലും നിന്നോട് തന്നെ ദൈവം സംസാരിക്കും. പലർക്കും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, എന്നോട് ദൈവം സംസാരിക്കുമെന്ന്. അങ്ങനെ കൃപയുള്ളവരുണ്ട്, അവരെ കൊണ്ട് മാത്രമേ എന്നോട് സംസാരിക്കത്തുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. കുഞ്ഞിനോട് സ്നേഹമായി പറയട്ടെ, നീ പ്രാർത്ഥിക്കുന്ന ജീവിത വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ നിന്റെ ബെഡ്റൂമിൽ, നിന്റെ കിടക്കയിൽ, ആമേൻ, നീ ഭാര്യ ഭർത്താവും കൂടെയാണ് കിടക്കുന്നതെങ്കിൽ, മക്കളുമായി കിടക്കുന്നതെങ്കിൽ അവർക്ക് ലഭിക്കാത്തൊരു ദർശനം നിന്റെ തലയ്ക്കകത്ത് ദൈവം തരുമെന്നാണ് ഇന്ന് പകൽ ഞാൻ പറഞ്ഞു വരുന്നത്. അത് റിസീവ് ചെയ്യാൻ നീ തയ്യാറാകണം. ഇന്ന് പൽക്കാലം എല്ലാവരും, ഞാൻ ശാന്തമായി പറയുന്നത് നിങ്ങളുടെ അകത്തൊന്ന് കയറാൻ വേണ്ടിയാണ് ശാന്തമായി പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പം ദൈവം സ്വപ്നത്തിൽ കൂടെ ഇടപെടുന്ന ദൈവമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ ഒത്തിരി സ്വപ്നങ്ങളും കാര്യങ്ങളും നമുക്കറിയാം. ഫറവോന് സ്വപ്നങ്ങൾ ദൈവം വെളിപ്പെടുത്തിയത് മറന്നുപോയ ആളുകളുണ്ട്. അതിലൊരാളാണ് ഫറവോൻ. ഫറവോന് ദൈവം സ്വപ്നം കൊടുത്തു. ഉൽപ്പത്തി 41:4 അത് കാണുന്നുണ്ട്. പക്ഷേ സ്വപ്നം ഫറവോൻ മറന്നുപോയി. നമ്മളും അങ്ങനെ. എൻ്റെ പാസ്റ്റ് രാത്രി ഏതാണ്ടൊക്കെ കണ്ടു, എന്താണെന്ന് ഓർക്കുന്നില്ല, എല്ലാം മറന്നുപോയി. പിന്നെ എപ്പോഴാണ് ഓർക്കുന്നത്? അതേ കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുവിടെ, ഇന്നാണ് ഞാൻ ഇങ്ങനൊന്ന് കണ്ടതായിരുന്നു, അയ്യോ ഞാൻ അന്നേരത്ത് ഓർത്ത് വെച്ചില്ല, കുറിച്ച് വെച്ചില്ല, നോട്ട് ചെയ്തില്ല. ഒരു കാര്യം ഞാൻ നിങ്ങൾ ശാന്തമായി പറയാം. ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന, വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതൻ്റെ ജീവിതത്തിൽ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ദൈവം നേരത്തെ വെളിപ്പെടുത്തിയിരിക്കും, ഉറപ്പാ. പക്ഷെ നീ അത് അറിയുന്നില്ല. ദൈവം വെളിപ്പെടുത്തുന്നത് നീ അതിനെ നിഗ്ലക്റ്റ് ചെയ്യുകയാണ്, നീ അതിനെ തിരസ്കരിക്കുകയാണ്. ഇന്ന് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോട് ദൈവാത്മാവ് പറയുന്നൊരു കാര്യം, ദൈവാത്മാവ് പറഞ്ഞ പലതും നീ അതിനെ തിരസ്കരിച്ചു. പ്രവാചകന്മാർ പറഞ്ഞത് പലതും നീ തിരസ്കരിച്ചിട്ട് നീ അവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു. നീ പരിശുദ്ധനെ ചോദ്യം ചെയ്തു, നീ തെറ്റാണെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ദൈവത്തിന് ഒരിക്കലും തെറ്റ് പറ്റത്തില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കണേ. നിന്നെ ഈ ഭൂമിയിലേക്ക് ദൈവം പടച്ചു വിട്ടെങ്കിൽ ഈ ലോക ജീവിതത്തിൽ നിനക്ക് ലഭിക്കേണ്ട നന്മകളും നീ അഭിമുഖീകരിക്കേണ്ട പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള വഴികൾ ദൈവം നിനക്ക് വേണ്ടി തുറന്നു വെച്ചിട്ടുണ്ട്. ആരെല്ലാം അതിനെ തടയാൻ നോക്കിയാലും, ആരെല്ലാം അതിനെതിരായി നിന്നാലും, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരുമില്ല. നിനക്കൊരു പരാജയം വന്നിട്ട് കൈകൊട്ടിച്ചിരിക്കാൻ ഇരിക്കുന്നവനല്ല എൻ്റെ ദൈവം, കേട്ടോ. നിന്നെ കുപ്പക്കുഴിയിലേക്ക് തള്ളിയിട്ടേച്ച് നിന്റെ ദേഹത്തോട്ട് കുറച്ച് ചപ്പും ചവരും വാരിയിട്ട് നിന്നെ ചവിട്ടി താക്കുന്നതല്ല എൻ്റെ ദൈവം. അത് ഈ ലോകത്തിലെ മനുഷ്യരാ. ഇടിവെട്ടിയ തലയെ പാമ്പ് കടിപ്പിക്കുന്നവനല്ല എൻ്റെ ദൈവം. നിന്നെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ഇന്ന് പകൽ നീ തിരിച്ചറിയണം. പ്രേസനിൽ നിന്ന് ആരാധനയ്ക്ക് വന്ന സകല മക്കളോടും ദൈവത്തിന് പറയാനുള്ളത്, എൻ്റെ ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഇന്ന് അവരവർ പദ്ധതികളെ തിരിച്ചറിയുന്നവർക്കായി ശുശ്രൂഷ അവസാനിച്ചിട്ടില്ല, ജീവിതം തീർന്നിട്ടില്ല. ഒരു സെക്കൻഡ് മതി നിന്നെ മാറ്റിമറിക്കാൻ, ഒറ്റ സെക്കൻഡ് മതി. കഴിഞ്ഞ കാലങ്ങളെ പരാജയങ്ങളെല്ലാം മാറ്റാൻ എൻ്റെ ദൈവത്തിന് ഒറ്റ സെക്കൻഡ് മതി, 2 സെക്കൻഡ് വേണം. എല്ലാം പാടിച്ചു. ഇന്ന് രാവിലെ പാട്ട് പാടിയ സംഗീതം വായിച്ചപ്പോൾ മുതൽ ഞാൻ പുറകെ നിൽക്കുകയായിരുന്നു.
ഓളം തല്ലുന്ന പോലെ ആത്മാവിൻ്റെ ശക്തി. ആമേൻ. കരയിലേക്ക് തിരമാല അടിച്ചു കയറുന്ന പോലെ അഭിഷേകത്തിൻ്റെ ശക്തി ആലയത്തിൽ വ്യാപരിക്ക് ഞാൻ കണ്ടു. അതിന്ന് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. നീ അത് അറിയാതെ പോകല്ലേ. ഇന്ന് പകരം നീ അത് അറിയാതെ പോകരുത്. നിന്നെക്കുറിച്ച് ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് നീ അറിയാതെ പോകരുത്. ഇന്ന് പകരം നിന്നെക്കുറിച്ച് ദൈവത്തിന് പദ്ധതി ഉണ്ട് സുഹൃത്ത്. സ്തോത്ര 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 സ്തോത്ര. ഈബല ബൗഡബലക്ഷ സമ്പല ദിലാദല റൗഡീദല ലക്ഷ സപ്ത ഖലാദല്. യേശുവിന്റെ നാമത്തിൽ ജയം. ദാനിയേൽ 2 ആമേൻ 1 മുതൽ ഭാഗങ്ങളിൽ വായിക്കേണ്ട. നെബൂഖദ്നേസർ സ്വപ്നം കണ്ടു, അത് മറന്നുപോയി. സ്വപ്നങ്ങൾ കാണും, അത് മറന്നുപോകും. എന്നാൽ ദാനിയേൽ 7:1 ദാനിയേൽ സ്വപ്നം കണ്ടു. ദൈവത്തിന് സ്തോത്രം. ജോസഫ് സ്വപ്നം കണ്ടു, അത് വ്യാഖ്യാനിച്ചു. അപ്പോൾ മറക്കുന്ന സ്വപ്നമുണ്ട്, ഓർക്കുന്ന സ്വപ്നമുണ്ട്. എല്ലാ സ്വപ്നത്തിനും വ്യാഖ്യാനങ്ങളുമുണ്ട് കേട്ടോ. എല്ലാ കാണുന്ന സ്വപ്നങ്ങൾക്കും എന്തുണ്ട്? വ്യാഖ്യാനങ്ങളുണ്ട്. നിനക്ക് വ്യാഖ്യാനിക്കാനുള്ള കൃപ ദൈവം തന്നിട്ടില്ലെങ്കിൽ വ്യാഖ്യാനിക്കാൻ കഴിവുള്ളവർ കൃപാപരമുള്ളവരോട് പറഞ്ഞാൽ അവരത് വ്യാഖ്യാനിച്ചിരിക്കും. പലരും എന്നെ അങ്ങനെ വിളിക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ കണ്ടു, എന്താ അതിൻ്റെ അർത്ഥം? നമുക്ക് ദൈവം വെളിപ്പെടുത്തിയ ജ്ഞാനത്തിനനുസരിച്ച് അതിനെ നമുക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ പറ്റും, വ്യാഖ്യാനിപ്പിക്കാൻ പറ്റും. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ മനസ്സിലാക്കേണ്ട, സ്വപ്നത്തിൽ ദൈവം ഇടപെടുകയും നേരിട്ട് ദൈവം ഇടപെടുകയും ചെയ്യും. ദൈവത്തിൻ്റെ സ്തോത്രം. കൊർന്നേല്യോസ് പകൽ 9 മണി നേരം ദർശനത്തിൽ ദൂതനെ സ്പഷ്ടമായി കണ്ടു. ആമേൻ. അപ്പോസ്തലർ 10:3. കൊർന്നേല്യോസ് നീതിമാനായിരുന്നു, അവൻ ദാനം കൊടുക്കുന്നവനായിരുന്നു, ധർമ്മം കൊടുക്കുന്നവനായിരുന്നു, അവൻ യഹോവ ഭക്തനായിരുന്നു. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൂതൻ അവൻ ജാതിയായിരുന്നു, അവൻ്റെ അടുക്ക ദൂതൻ ഇറങ്ങി വന്നത് സ്പഷ്ടമായി കണ്ടു. ജാതീയനായ കൊർന്നേല്യോസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൂതൻ ഇറങ്ങുന്നത് സ്പഷ്ടമായി കണ്ടെങ്കിൽ, പെന്തിക്കോസുകാരി, നിന്റെ പ്രാർത്ഥനാമുറിയിൽ ദൂതൻ ഇറങ്ങേണ്ട സമയം കഴിഞ്ഞിരിക്കുക. സ്തോത്രം സ്തോത്രം സ്തോത്രം. എങ്ങനെ കാണണം? പിച്ചുംപേയും പറഞ്ഞ് കാണുകയല്ല, സ്പഷ്ടമായി കാണണം. ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നു, ആരും നോക്കിയാലും അഴിക്കാനൊക്കാത്ത ചില കടുങ്കെട്ട് വീണ ചില വിഷയങ്ങളുണ്ട് ഇവിടെ വന്ന ചിലർക്ക്. എന്നാൽ ഇന്ന് ദൈവാത്മാവ് പറയുന്നു, നിന്റെ വിഷയത്തിന്മേൽ ദൈവം തമ്പുരാൻ ഇന്ന് തൻ്റെ ദൂതനെ അയച്ചിരിക്കുക. ആ ദൂതനെ കെട്ട് അഴിക്കുകയല്ല, കെട്ട് പൊട്ടിക്കുകയല്ല, ആ കെട്ടിനെ കരിച്ചു കളയുക. യേശുവിന്റെ നാമത്തിലെ കെട്ടുകൾ കരിഞ്ഞു മാറട്ടെ. റീബല ബൗഡബല ഷസ്സേ റീബല ബൗഡ കമ്പല ബൗഡേ റീബാ റബല റൗഡ ജാല. കൊർന്നേല്യോസ് തൻ്റെ പ്രാർത്ഥനാമുറിയിൽ ദൂതൻ ഇറങ്ങുന്നത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, അല്ല ആ സമയങ്ങളിൽ തന്നെ, കൊർന്നേല്യോസിന്റെ വീട്ടിലേക്ക് വരാൻ ദൈവം ആഗ്രഹിച്ച പത്രോസ് ആത്മവിവശതയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനൊരു സ്വപ്നം കാണുകയാണ്, ദർശനം കാണുകയാണ്. ആത്മവിവശത 6 മണി നേരത്തെ പ്രാർത്ഥിപ്പാൻ വെൺമാടത്തിൽ കയറി വിവശത കണ്ടു. വിവശത ഉണ്ടായപ്പോൾ അവൻ കാണുന്നു, ഒരു തുപ്പട്ടി ഇറങ്ങി വരുന്ന മേളിൽ നിന്ന്. എല്ലാ ജാതിയും മൃഗങ്ങളുമുള്ള ദൈവത്തിന് സ്തോത്രം. 2 പേർക്ക് ഒരേ സമയം ദൈവത്തിൻ്റെ ദൂതൻ്റെ വെളിപ്പാട്. ഒരാൾക്ക് ഉണ്ടായ വെളിപ്പാട് അല്ല രണ്ടാമത്തെ ആൾക്കുണ്ടായത്. കൊർന്നേല്യോസിനെ വീട്ടിൽ സ്പഷ്ടമായി ദൈവം ഇടപെട്ടെങ്കിൽ, ഇവിടെ നമ്മൾ കാണുന്നത് പത്രോസിൻ്റെ അടുക്കൽ സ്പഷ്ടമായിട്ട് മാത്രമല്ല, അത് ദർശനമായിട്ടാണ്. നീ അറുത്ത് തിന്നുക. ദൈവമേ, ഞങ്ങളങ്ങനെ അറുത്ത് തിന്നാറില്ലല്ലോ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൊർന്നേല്യോസിൻ്റെ വീട്ടിൽ നിന്ന് ആൾ വന്നു അവനെ കൊണ്ടുപോകാനായിട്ട്. ദൈവം പറഞ്ഞു, അവരുടെ കൂടെ പോവുക,
കാര്യം കാണിക്കും. ജാതികളുടെ അടുത്തേക്ക് സുവിശേഷം എത്തിക്കാൻ ദൈവം ദർശനം കൊടുക്കുക. അവിടെ ഇവിടെയും ദൈവം ഒരുപോലെ കൊടുക്കുക. ദൈവമൊരു കാര്യം ഓർത്തോളം, വാലും തലയും ഇല്ലാതെ ദൈവം സംസാരിക്കത്തില്ല. പൊട്ടക്കണ്ണിൻ്റെ മാവേലരെ പോലെ ദൈവം സംസാരിക്കത്തില്ല. ദൈവം എപ്പോഴും സ്പഷ്ടമായിട്ടും വ്യക്തമായിട്ട് ഇടപെടുന്നവനാണ്. ഇന്ന് പകൽ നിന്നോട് അറിയിക്കാനുള്ള ദൂത് ദൈവം വ്യക്തമായി സ്പഷ്ടമായി ഇടപെട്ടുകൊണ്ടിരിക്കുക. അത് ചിലർക്കറിയാം, ഇന്ന് ദൈവം എന്നോട് തന്നെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിച്ച് നീ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഏതെല്ലാം മേഖലയിൽ ദൈവപ്പെടുത്തി വെളിപ്പെടണോ, അത് അമേരിക്കയിലും UK-യിലും കാനഡയിലും നോർത്ത് ഇന്ത്യയിലും നിന്റെ പെരക്കകത്തും ശരീരത്തിലും അത് ദൈവം ചെയ്യും. യേശുവിൻ്റെ നാമത്തെ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അങ്ങനെ തന്നെ ഒന്ന് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അങ്ങനെ തന്നെ ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. നിങ്ങൾ പോലും അറിയാതെ ചില വിടുതലിൽ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പം അറിയത്തില്ല, വീട്ടിൽ ചെല്ലുമ്പോൾ അറിയും. അടുത്ത ഫോൺ വരുമ്പോൾ നിങ്ങൾ അറിയും ഇന്നത്തെ ആരാധനയിൽ ആ കെട്ട് പൊട്ടിയെന്ന്. സ്തോത്രം, 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 സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ചില ആളുകളെ പഠിപ്പിക്കുന്നതും അവരുടെ രീതി ഇങ്ങനെയാണ്. നമ്മുടെ ജീവിതത്തിലെ കാര്യമൊന്നും ദൈവത്തോട് പറയേണ്ട, അതൊക്കെ ദൈവത്തിന് അറിയാം, ദൈവം അങ്ങനെ ചെയ്തോളും, നീ നിത്യതയ്ക്ക് വേണ്ടി അങ്ങ് ഒരുങ്ങിയാൽ മതിയെന്ന്. ഞാൻ എന്നോട് യോജിക്കുന്ന ഒരാളല്ലെന്ന് സ്നേഹത്തോടെ പറയട്ടെ. ഇവിടുത്തെ കാര്യം കഴിഞ്ഞിട്ട് വേണമല്ലോ നിത്യതയുടെ കാര്യം. ഇവിടെ നമ്മൾ അഭിരിക്കുന്ന ഡേ ടു ഡേ ലൈഫിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം. അത് കഴിഞ്ഞിട്ടാണ് നിത്യത. മരിച്ചിട്ടല്ലേ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ പോകുന്നതിന് മുമ്പ് ഇവിടെ നീ ജീവിച്ച് കാണിക്കണം. ഇവിടെ ജീവിച്ച് കാണിക്കാൻ കഴിയാതെ വണ്ണം നിൻ്റെ ജീവിതത്തിൽ ചില പാളിച്ചകളും പ്രയാസവും പ്രതികൂലം വരുമ്പോൾ അതിനെ ജയിക്കണം. ജയിക്കാനുള്ള ശക്തി നിനക്കില്ലെന്ന് ദൈവത്തിന് അറിയാം. അതിനുള്ള ശക്തി ദൈവം തന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് പകൽ. ദൈവത്തിന് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? കൈ പൈസ ഉണ്ടെങ്കിൽ അസുഖമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് തന്നെ തോന്നും ഓ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ലെന്ന്. പക്ഷേ നിങ്ങളുടെ കാര്യം ഓർത്തോളം, വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ അവൻ്റെ അടുക്ക വന്ന സകല രോഗികളെ സൗഖ്യമാക്കി. ജനങ്ങൾക്ക് വിശന്നപ്പോൾ 5 അപ്പം 2 മീൻ കരങ്ങളിലെടുത്ത് 5000 പേര് എന്ത് ചെയ്തു? പോഷിപ്പിച്ചു. മനുഷ്യൻ്റെ ബേസിക് നീഡുകൾ യേശു ഏറ്റെടുത്തു. നിന്റെ വ്യക്തിപരമായ ചെറിയ ആവശ്യങ്ങളുമേ ദൈവത്തിന് പ്രവർത്തിപ്പാൻ ഇന്നും കഴിയണം. പ്രവർത്തിക്കാൻ ദൈവത്തിന് കഴിയും. അതിന് പ്രാർത്ഥിക്കുന്നത് തെറ്റല്ല കേട്ടോ. പോക്കറ്റിൽ പൈസ ഉണ്ടെങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, എല്ലാം ഈശ്വരൻ നടന്നു പോകും. പക്ഷേ നാളെ കൊടുക്കാൻ റെൻറ്റ് കൊടുക്കാൻ പൈസ ഇല്ലെങ്കിൽ, പിള്ളേർക്ക് ഫീസ് കൊടുക്കാൻ പൈസ ഇല്ലെങ്കിൽ, ആശുപത്രിയിൽ പോകാൻ പൈസ ഇല്ലെങ്കിൽ, രോഗിയാണെങ്കിൽ പ്രാർത്ഥിച്ചല്ലേ പറ്റൂ. ഒരു സഭയിൽ ഒരു അമ്മാമ എന്നൊരു സാക്ഷി പറഞ്ഞു എനിക്ക് പനിയാന്ന് പറഞ്ഞ് വേറെ സാധനം ചാടി എന്നിട്ട് പറഞ്ഞു പനിയൊന്നും ഇവിടെ പറയണ്ട, ഇവിടെ പനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നേരമില്ലെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അത് പാസ്റ്റർക്ക് പനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നേരമില്ല. പിന്നെന്തിനാ പാസ്റ്റർക്ക് നേരം? ദൈവത്തിന് സ്തോത്രം. അവിടെ യേശു പോലും രോഗികളെ സൗഖ്യമാക്കിയല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ഏതാവശ്യവും ഒന്നുകൂടെ ശ്രദ്ധിച്ചു കേട്ടോ, ഏതാവശ്യവും, ഒന്നുകൂടെ ഞാൻ പറയുന്നു, ഏതാവശ്യവും മറ്റുള്ളവരൊക്കെ കേട്ടാൽ അത് നിസ്സാരമാണെന്ന് തോന്നിയാലും, ഒന്നുകൂടെ ഞാൻ പറയുന്നു, നിന്റെ ആവശ്യം പണമുള്ളവർക്കും ബാക്കിയുള്ളവർക്കും പണമില്ലാത്തവർക്കും ആ ഭാരമില്ലാത്തവർക്കും കേട്ടാൽ നിസ്സാരമായി തോന്നിയാലും, നിന്റെ ആവശ്യം എത്ര നിസ്സാരമാണെങ്കിലും ആ ദൈവത്തോട് പറഞ്ഞാൽ നിന്റെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുമെന്ന് ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുക. ഗ്ലോറി റീബല ബൗഡെ കമ്പല ബൗഡെ. യാക്കോബ് അപ്പന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ വഴിക്ക്
യാക്കോബ് സാഹിത്യത്തിലൊന്നും പ്രാർത്ഥിച്ചില്ല. ദൈവമേ, ഞാൻ ആരാണെന്നറിയാമോ, ഞാൻ ആരെ വീട്ടിൽ നിന്ന് വന്നതെന്നറിയാമോ, എന്നെ അങ്ങയുടെ ധനത്തിൻ്റെ മഹത്വത്തിനൊത്തവണ്ണം എന്നെ മഹത്വപ്പെടുത്തി എന്നെ അനുഗ്രഹിക്കണമെന്നൊന്നുമല്ല യാക്കോബ് പ്രാർത്ഥിച്ചത്. എൻ്റെ ദൈവമേ, ഞാൻ അപ്പൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇന്നലെ വരെ ഞാൻ എല്ലാം ഉള്ളവനായിരുന്നു, ഇന്നൊന്നുമില്ലാത്തവനായി വരെ കാട്ടിക്കിടക്കുക. അഡ്രസ്സില്ല, അപ്പനില്ല, അമ്മയില്ല, വീട്ടുകാരില്ല, നാട്ടുകാരില്ല, ഒന്നുമില്ല. എൻ്റെ ദൈവമേ, നീ എന്നെ നിശ്ചയമായിട്ട് അനുഗ്രഹിക്കണം. എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് എന്നെ മടക്കിക്കൊണ്ട് വരണം. എനിക്ക് ഭക്ഷിപ്പാൻ ആഹാരം തരണം, എനിക്ക് ധരിക്കാൻ വസ്ത്രം തരണം, എനിക്ക് പാർക്കാൻ ഭവനം തരണം. എൻ്റെ ബേസിക് ആവശ്യങ്ങൾ നീ എനിക്ക് നൽകിയാൽ ഞാൻ നിന്നെ സ്നേഹിക്കാമെന്ന് യാക്കോബ് ഒരു പൊട്ടം പ്രാർത്ഥന പ്രാർത്ഥിച്ചു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മോഡേൺ പ്രാർത്ഥനയല്ലേ, ഒരു പൊട്ടം പ്രാർത്ഥന. എടാ, എന്നെ പ്രാർത്ഥനയാടാ ഇത്. ആഹാരം തന്നാൽ, വസ്ത്രം തന്നാൽ, വീട് തന്നാൽ അനുഗ്രഹിക്കാമെന്ന്, അമ്മ നിന്നെ വിളിക്കാമെന്ന്. അന്നേരം അത്ര പ്രാർത്ഥിക്കാൻ യാക്കോബിന് അറിയത്തുള്ളായിരുന്നു. യാക്കോബ് അത്ര ടെൻഷനിൽ ഇറങ്ങി ഓടി വന്നിരിക്കുക, ആരും കൂടിയില്ല. ആ ടെൻഷൻ നടുവിൽ യാക്കോബ് പ്രാർത്ഥിച്ച പ്രാർത്ഥന ദൈവം കേട്ടോ ഇല്ലയോ? നിങ്ങൾ പറ. അയ്യോ, ഇല്ല, നോക്കിയിരിക്കുന്നു. എന്താ പറഞ്ഞാട്ട്? കേട്ടോ ഇല്ലയോ? ഉറക്കെ പറ, കേട്ടോ ഇല്ലയോ? ആമേൻ. അവൻ പറഞ്ഞു, നീ എനിക്ക് ബഥേലിൻ്റെ ദൈവമായിരിക്കും. 20 വർഷം കഴിഞ്ഞപ്പോൾ യാക്കോബ് തിരിച്ചു വന്നപ്പോൾ യാക്കോബ് പറയുന്നൊരു പ്രാർത്ഥനയുണ്ട്. എന്താണെന്നറിയാമോ? ഞാനോ ഒരു വടിയുമായി ഇവിടുന്ന് പുറപ്പെട്ടു. അടുത്തത് ഇപ്പോഴോ? അടുത്ത് പറഞ്ഞേ, ഇപ്പോഴോ 2 വലിയ, ഒന്ന് പറ, ഇങ്ങനൊന്ന് കാണിച്ചേ, കയ്യിൽ നിന്ന് പൊക്കി 2 കാണിച്ചേ, ഇങ്ങനൊന്ന് കാണിച്ചേ. ഇത് ഏതിൻ്റെ സിഗ്നലാ? ഇത് പറ, ഇത് ഏതിൻ്റെ സിഗ്നലാ? പറ. വിക്ടറി. ആര് താക്കല്ലേ? കൈ താക്കല്ലേ? കൈ പിടിച്ചേ. ആ, പിടിച്ചേ. ഇത് വിക്ടറിയാ. 2 വിക്ടറിയുമാ. നിന്റെ തല കുനിയിക്കാൻ, വിരൽ കുനിയിക്കാനായി ശത്രു ശ്രമിക്കുമ്പോൾ ഇന്ന് പകൽ നീ കൈ ഉയർത്തിപ്പിടിച്ച് പറയണം, ഞാൻ തോക്കത്തില്ല. കൈയടിച്ചു സ്വന്തം പറഞ്ഞു, ഞാൻ തോക്കത്തില്ല, ഞാൻ തോക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. എൻ്റെ ഭൗതിക ആവശ്യങ്ങളും എൻ്റെ ആത്മീയ ആവശ്യങ്ങളും ഒരുപോലെ നടത്തി തരാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഇത്രയും പറഞ്ഞിട്ടും ചിലർക്ക് ഉറപ്പ് വന്നിട്ടില്ല. ഞാൻ അഞ്ചുമാരോട് പറയുക, തലമുറകളെ ദൈവമാണ് തന്നതെങ്കിൽ തലമുറയെ മാനിപ്പം ദൈവത്തിന് കഴിവ് നീ ഉറച്ചു. അങ്കിൾമാരെ, തലമുറകളെ ദൈവമാണ് തന്നതെങ്കിൽ നിന്റെ തലമുറ എന്തോ ഏതോ ആയത് നിന്റെ മിടുക്കൊണ്ടാന്ന് ചിന്തിക്കല്ലോ, കേട്ടോ? ദൈവത്തിന് കൃപ കൊണ്ടാന്ന് ഓർത്തോണം, ദൈവത്തിന് കരുണ കൊണ്ടാന്ന് ഓർത്തോണം. അഹങ്കാരത്തിന്റെ നിഗളത്തിന്റെ വാക്കുകൾ നിന്റെ വായിൽ നിന്ന് വരരുത്. തന്നവൻ എടുക്കാനും കഴിയുമെന്ന് വയനാട് നമ്മളെ പഠിപ്പിച്ചു, കേട്ടോ? അതുകൊണ്ട് വലിയ ഗമയും വലിയ പത്രാസും അടിച്ച് നടക്കരുത്. താണോണം. കർത്താവ് നിങ്ങളെ ഉയർത്തുവാൻ, അടുത്ത പറഞ്ഞ് അവൻ്റെ ബലമുള്ള കരങ്ങളിൽ പറ, പൊങ്ങിയിരിക്കണമെന്നാണോ? താണോണ അങ്ങളെ, താണോണേ ആൻറ്റി, താണോണേ. അതേ ഉള്ളു ഏക രക്ഷ. അവൻ്റെ ബലമുള്ള കരങ്ങൾ നീ താണോ. അതിപ്പൊരു നന്മ നമുക്ക് വേറെ പറയാനില്ല. ഉറക്കെ സ്വതന്ത്രം പറഞ്ഞാട്ടെ. ശമരിയിൽ വലിയ ഉണർവ് നടക്കുമ്പോൾ ഫിലിപ്പോസിന് അടിയന്തര മെസ്സേജ് വന്നു. ആളുകൾ രക്ഷിക്കപ്പെടുന്നു, സ്നാനപ്പെടുന്നു, അഭിഷേകം പ്രാപിക്കുന്നു. വലിയ അത്ഭുതങ്ങൾ നടക്കുമ്പോൾ ഫിലിപ്പോസിന് മെസ്സേജ് എന്താ? നീ ഗസ്സയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് പോവുക. നോക്കണേ, ദൈവത്തെ ദൂതന്മാരും മെസ്സേജും ദൈവം അയക്കുക. അവിടെ എന്തുവാ? ഇവിടെ വലിയ 10,000 കൂടുതൽ ഉണർവ് നടക്കുമ്പോൾ ഗസയിലുള്ള ആരുമില്ലാത്തടത്ത് പോകുന്നു. എന്തിനാ? സ്തോത്രം. അവിടെ ഒരു ക്ഷണം വരുന്നുണ്ട്. ദൈവത്തിൻ്റെ സാറ്റലൈറ്റിൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. നിന്റെ ഓരോ ചലനങ്ങളും അറിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഇന്ന് പകൽക്കാലത്തെ ആത്മാവിൻ്റെ ശുശ്രൂഷ നീ തിരിച്ചറിയണം. ദൈവത്തിൻ്റെ പ്രവൃത്തി എൻ്റെ ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വരെ കാണാത്ത ചില അത്ഭുതങ്ങൾ ദൈവത്തിൻ്റെ ദൂതൻ എൻ്റെ അടുക്കൽ ഇറങ്ങി വന്ന് എന്നോട് സംസാരിക്കും. ഇത്രയും നാൾ നീ അങ്ങോട്ട് ലിസ്റ്റ് പറയല്ലായിരുന്നോ? എന്നാൽ ഇന്ന് ഓർത്തോ, നിന്റെ ലിസ്റ്റിൻ്റെ മറുപടിയുമായി ഇന്ന് പകൽ ദൂതൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അത് ഏറ്റെടുക്കണം, നീ മനസ്സിലാക്കണം. അത് ദൈവത്തിൻ്റെ ദൂതനാണെന്ന് നീ മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. ഉറക്കൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ.
അപ്പോൾ ജോസഫിൻ്റെ കൺഫ്യൂഷൻ ദൈവം മാറ്റിക്കൊടുക്കുകയാണ്. സ്വപ്നത്തിൽ മാറ്റിക്കൊടുക്കുകയാണ്. സ്വപ്നത്തിൽ ദൈവത്തിന് ചിലതൊക്കെ നമുക്ക് വേണ്ടി ചെയ്യാനുണ്ട്, അത് ദൈവം ചെയ്യും. ഈ മത്തായി സുവിശേഷത്തിൽ ആമേൻ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ, ഈ ആദ്യത്തെ പുസ്തകം പറഞ്ഞ കാര്യങ്ങൾ നമ്മളെ ശരിക്കും മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. കർത്താവ് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഈ ദൂതൻ ജോസഫിൻ്റെ അടുക്കലൊക്കെ വന്ന് ആ ദിവസം ദൂത് അറിയിക്കുന്നത് ദൈവത്തിൻ്റെ ദൂതനായ ഗബ്രിയേലാണെന്ന് നമുക്ക് ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ അറിയാം. 6 മാസം മുമ്പ് സക്കരിയാവിൻ്റെ അടുക്കൽ അറിയിച്ച ദൂത് തന്നെയാണ്, ഗബ്രിയേൽ തന്നെയാണ് ഇവിടെ ദൂതുകൾ മാറി മാറി സ്വപ്നത്തിലും അല്ലാതെയും അറിയിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ്. അപ്പോൾ ദൈവം പറയുകയാണ് 20-ാം വാക്യം, ഇങ്ങനെ നിലച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവൻ്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ ജോസഫ്, നിന്റെ ഭാര്യയെ മറിയെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവൾ ഉൽപ്പാദനമായത് പരിശുദ്ധമ്മലാകുന്നു എന്ന് അവൻ പറഞ്ഞു. എന്നിട്ട് കൺഫർമേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ വലിയൊരു പ്രശ്നം ഒഴിവാക്കുക. നിങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. മറിയ പ്രഗ്നൻ്റ് ആയത് പരിശുദ്ധാത്മാവിലാണ്. പരിശുദ്ധാത്മാവിലുണ്ടായ കാര്യങ്ങൾക്ക് ഉള്ള പ്രോബ്ലം വരുമ്പോൾ അത് പരിശുദ്ധാത്മാവ് തന്നെ ഇടപെട്ടോളും. മനസ്സിലായില്ലേ? ദൈവം നിന്നോട് പറഞ്ഞിട്ടൊരു കാര്യമുണ്ടായാൽ ആ കാര്യത്തിന് എന്ത് ഭവിഷ്യത്തുകൾ വന്നാലും ആ ഭവിഷ്യത്തുകൾ ദൈവം തന്നെ ഏറ്റെടുത്തോളും. നീ അതിൻ്റെ പുറകെ ആദ്യം പിടിച്ചോടണ്ട, ദൈവം ആ കാര്യം നടത്തും. പരിശുദ്ധാത്മാവിലാണ് മറിയ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് അവളെ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകളെ മാറ്റാൻ ദൈവം അതേ ദൂതനെ തന്നെ അയച്ചിരിക്കുക. നീ ദൈവത്തെ ആത്മാവിനും സത്യത്തിനും ആരാധിക്കാൻ ഇറങ്ങിത്തിരിച്ചാൽ കെയറോഫിൽ നീ ഏതേലും പ്രതിസന്ധി കൂടി പോകുന്നുണ്ടെങ്കിൽ ആ പ്രതിസന്ധികളെ വെട്ടിനിരത്താൻ നിന്റെ മുമ്പിൽ ദൂതൻ ഇറങ്ങിയിട്ടുണ്ടെന്ന് ഇന്ന് പറഞ്ഞ് തിരിച്ചറിയണം. ചിലക്ക് പിടികിട്ടുന്നില്ലെന്ന് തോന്നുന്നു, എനിക്ക് അതിൽ കൂടി പറയാൻ അറിയത്തില്ല. നിന്റെ മുമ്പിലുള്ള ദുർഘടമേടുകൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ദൈവം ഇറങ്ങി വന്ന് നിരത്തി തരിക. സ്തോത്രം 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 സ്തോത്രം. എല്ലാവരും പാടിച്ചുകൊണ്ടിരിക്കണേ. നീ 1000 പ്രാവശ്യം നടന്നാൽ നടക്കാത്ത കാര്യം, നീ 500 പേരെ കണ്ട് റെക്കമെൻഡ് ചെയ്യിച്ചാൽ നടക്കാത്ത കാര്യം, എന്റെ ദൈവത്തിന് തന്റെ ദൂതന് ഒരു പ്രാവശ്യം അയച്ചാൽ മതി ആ കാര്യം സാധിക്കാൻ. സ്തോത്രം. നമ്മളെ കാറിൽ പോകുമ്പോഴിപ്പോൾ നമുക്ക് ലൊക്കേഷൻ അയച്ചു തരുമ്പോൾ നമ്മൾ GPS ഓണാക്കിയാണ് പോകുന്നത്. 98% കറക്റ്റായി, 2% തെറ്റുന്നുമുണ്ട്. എന്നിരുന്നാലും അത് കറക്റ്റായിട്ട് ലെഫ്റ്റും റൈറ്റും പറയും. ഇനി എത്ര മൈൽ കഴിയുമ്പോഴാണ് നിങ്ങൾ തിരിയേണ്ടത്, എത്ര മൈൽ കഴിയുമ്പോഴാണ് നിങ്ങൾ ലെഫ്റ്റ് തിരിയേണ്ടത് എന്നൊക്കെ കറക്റ്റ് ലൊക്കേഷൻ തരും. ഇതുപോലെ ദൈവത്തിൻ്റെ GPS നിന്റെ മേലെ ഘടിപ്പിച്ചിട്ടുണ്ട്. ചിലർക്ക് എല്ലാം സൂക്ഷിച്ച് നോക്ക്, ശരിയാണോ പാസ്റ്ററെ? കുഞ്ഞെന്തിന് നെറ്റിക്ക GPS ഘടിപ്പിച്ചിട്ടുണ്ട്. വിശ്വസിക്കണം, ഇന്ന് വാക്കാൽ നീ വിശ്വസിക്കണം. നിന്റെ ബുദ്ധിക്കത്ത് നിന്റെ ആത്മമണ്ഡലത്തിലും അത് ഘടിപ്പിച്ചിട്ടുണ്ട്. അതിന് ആത്മാവിന് ശക്തി പ്രാപിക്കണമെന്ന് പറയുന്നത്, അതിന് അഭിഷേകം പ്രാപിക്കണമെന്ന് പറയുന്നത്. സ്വർഗത്തിലെ GPS നീ കണക്റ്റ് ആകണം. ഫേസ്ബുക്കുമായിട്ടല്ല, വാട്സപ്പുമായിട്ടല്ല, ആ GPS നീ കണക്റ്റ് ആകണം. ഫോൺ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമായില്ല, ആ GPS കണക്ഷൻ എടുക്കണം. ആമേൻ. ഇന്ന് സ്വർഗവുമായി GPS കണക്ട് ചെയ്തിട്ടുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തോത്രം പറയുന്നു. അപ്പോൾ ദൂതന്മാർ കയറി ഇറങ്ങുകയും ചെയ്യുന്ന ആ വലിയ കാവൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആമേ. കരം അടിച്ചൊരു സ്തോത്രം പറയും. കരം അടിച്ച് സ്തോത്രം 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 സ്തോത്രം. ഗ്ലോറി ഗ്ലോറി ടു ഗോഡ്. ഇതാരാ അറിയിക്കുന്നൊക്കെ ചോദിക്കുമ്പോൾ ദൂതൻ പറയുന്നതിന് മറുപടി ഉണ്ട്. ഞാൻ ദൈവസേനയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു.
അപ്പോൾ ഇത് അറിയിക്കുന്നത് ദൂതൻ തന്നെ ഇങ്ങോട്ട് പറയണം, ഞാൻ ദൈവസേനയിൽ നിൽക്കുന്ന ഗബ്രിയേല. ആമേൻ. വെറുതെ വന്ന് കയറുകയല്ല, ഇത് ഉറക്കപ്പിച്ചല്ല. ആമേൻ. ഇത് പിച്ചും പേയും പറയുകയല്ല, ഹിസ്റ്റീരിയ അല്ല, ഇത് മെൻ്റലല്ല. ദൈവസേനയിൽ നിൽക്കുന്ന ഗബ്രിയേലിനെ തന്നെ അയച്ചിരിക്കുക. ഇന്ന് പോലെ അത് ആത്മാവിൽ കാണുന്ന ചിലർ ഇതിനകത്ത് ഇരിപ്പുണ്ട്, എല്ലാവരും ഇല്ല. അവർക്കിത് അറിയാം, ഗബ്രിയേലുമായി കണക്റ്റ് ആകുകയാണ്. ഇന്ന് പകരം നീ ഗബ്രിയേലുമായി, ദൂതന്മാരുമായി, സ്വർഗവുമായി, ആത്മമണ്ഡലവുമായി നീ കണക്റ്റ് ആകണം. കണക്റ്റ് ആകുമ്പോൾ ആമേൻ ദൈവത്തിൻ്റെ പ്രവർത്തികൾ ദൈവം വെളിപ്പെടുത്തും. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയം പ്രസംഗിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും പല കാര്യങ്ങളുള്ളത് കൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് നിർത്താൻ ആഗ്രഹിക്കും. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കേട്ടോണം. അത് നിങ്ങൾ ശ്രദ്ധിച്ചാലേ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകത്തുള്ളൂ. സ്വർഗത്തിലെ GPS ഓണായി. ആർക്ക് വേണ്ടി? മറിയയ്ക്ക് വേണ്ടി. ഇതെല്ലാം നടക്കുന്നത് ജോസഫിന് വേണ്ടിയല്ല, യേശുവിൻ്റെ ജനനത്തിന് വേണ്ടിയുള്ള ഓപ്പണിങ്ങാണ്. ദൈവത്തിൻ്റെ വഴി തുറന്നാൽ ആ വഴിയിലെ ലൊക്കേഷനൊക്കെ ദൈവം നേരെയാക്കി തരും. ഇനിയും ദൈവങ്ങളുടെ പാസ്റ്റർമാരെല്ലാം ശ്രദ്ധിച്ചോണേ, ദൈവത്തിൻ്റെ ലൊക്കേഷൻ GPS നമുക്ക് വേണ്ടി ഓണായാൽ നിന്നെ ഉദ്ദിഷ്ട സ്ഥാനത്ത് കൊണ്ട് ദൈവം എത്തിക്കും. നമ്മളെ വിളിച്ചത് മനുഷ്യരാന്ന് പലരും പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും. പക്ഷെ നമുക്കൊരു ഉറപ്പുണ്ട്, നമ്മളെ വിളിച്ചത് ദൈവമാണ്. എന്നെ വിളിച്ചത് ദൈവമല്ലെന്ന് ആരെയും പറഞ്ഞാൽ രാജഭോക്കാല അതിന് 1% പോലും 0 മാർക്ക് കൊടുക്കത്തുള്ളൂ. കാരണം എനിക്ക് ഉറപ്പുണ്ട് എന്നെ വിളിച്ച ദൈവമാണെന്ന്. ആ കൺഫർമേഷനാണ് ഇന്ന് ഓടുന്നത്. ദൈവം ആരെല്ലാം 1000 കുട്ടിച്ചാത്തന്മാർ വട്ടം നിന്ന് പറയുക ദൈവം നിന്നെ വിളിച്ചത് പറഞ്ഞ് എനിക്ക് ഉറപ്പുണ്ട്, പിശാചേ എന്നെ വിളിച്ച എൻ്റെ ദൈവമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ സ്നാനപ്പെട്ടത് സത്യമാണെങ്കിൽ, ഇറങ്ങിയത് സത്യമാണെങ്കിൽ, ആരെല്ലാം പറഞ്ഞാൽ നീ അതിന് ചെവി കൊടുക്കല്ലേ. അവരല്ല നിന്നെ വിളിച്ചത്, നിന്നെ വിളിച്ച ദൈവമാ. ശക്തിയുള്ളത് കൈയടിച്ചൊരു സ്വാതന്ത്ര്യം പറഞ്ഞു നിങ്ങൾക്കല്ലോ. ഇനി ശ്രദ്ധിക്കണം, ഇനിയും പറയാൻ പോകുന്ന കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ജോസഫിന് സ്വപ്നത്തിൽ ദൈവം വെളിപ്പെട്ടു. ദൂതൻ ഇറങ്ങി ജോസഫിനെ നേരെയാക്കി. ജോസഫ് ഉപേക്ഷിക്കാൻ തീരുമാനിച്ച തീരുമാനമൊക്കെ ജോസഫ് അങ്ങ് മാറ്റിവെച്ചു. മറിയെ ചേർക്കാൻ തീരുമാനിച്ചു. മറിയോട് കൂടെ പോകാനാണ് തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചിരിക്കുമ്പോൾ അടുത്ത വലിയ പ്രോബ്ലം വന്നിരിക്കുന്നു. 2 കൂട്ടരൊക്കെ ദൈവം വെളിപ്പെട്ടു. യേശു ജനിക്കുന്ന കാര്യം പറയാം. വിദ്വാൻമാർക്ക് വെളിപ്പെട്ടത് നക്ഷത്രം കൊണ്ടാണ്. നക്ഷത്രം അവർ ഹൈ ഇൻ്റലക്ച്വൽ ആയതുകൊണ്ട് അവർക്ക് ആ ലെവലിൽ ദൈവം വെളിപ്പെടുത്തി നക്ഷത്രത്തെ കാണിച്ചു. എന്നാൽ ആട്ടിടയന്മാർക്ക് നക്ഷത്രത്തെ കാണിക്കുകയില്ല. ദൂതന്മാർ ഇറങ്ങി വന്ന് പാട്ട് പാടുകയായിരുന്നു. യേശു രക്ഷിതാവ് ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത്യുന്നത ദൈവത്തിന് മഹത്വം ഭൂമി ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് അപ്പം 2 കൂട്ടർക്ക് 2 നിലയിൽ ദൈവം വെളിപ്പെട്ടു. ഓർത്തോണം, പണ്ഡിതനും പാമരനും ഒരുപോലെ ദൈവം വെളിപ്പെടും. ഒരേ ലെവലിലല്ല, 2 ലെവലിലാണ് ദൈവം വെളിപ്പെട്ടത്. അപ്പോൾ ഈ നക്ഷത്രം കണ്ടപ്പോൾ വിദ്വാൻമാർ, നമുക്ക് ചരിത്രം അറിയാം, വിദ്വാൻമാർ ഇറങ്ങി. അവർ വിചാരിച്ചു രാജാവ് ഉണ്ടാകുന്നത് രാജകൊട്ടാരത്തിലായതുകൊണ്ട് അവർ തെറ്റി ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് കയറി. നക്ഷത്രത്തെ നോക്കിയിരുന്നെങ്കിൽ അവർ കൊട്ടാരത്തിൽ കയറത്തില്ല. അവർ കൊട്ടാരം കണ്ടപ്പോൾ നക്ഷത്രത്തെക്കുറിച്ചുള്ള ആ കാഴ്ച വിട്ടിട്ട് കൊട്ടാരത്തിൽ ചെന്ന് കയറി. ദൈവമക്കളെ, നമ്മൾ വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ചിട്ട് ഇറങ്ങിയപ്പോൾ നക്ഷത്രം കണ്ടാണ് ഇറങ്ങിയത്. കുറച്ച് കഴിഞ്ഞപ്പോൾ പണം കണ്ടും ആളുകളെ കണ്ടും സ്ഥാനം കണ്ടും മാനം കണ്ടും ലക്ഷ്യം തെറ്റിയാൽ അതിന് ഉത്തരവാദി ദൈവമല്ല, നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് എന്താ പറ്റി? പെട്ടെന്ന് പറയാം. അതിനെന്താ പറ്റി? എവർ ചെന്ന് കൊട്ടാരത്തിൽ ചെന്ന് കയറി. കൊട്ടാരത്തിൽ ചെന്ന് കയറി കഴിഞ്ഞപ്പോൾ ഹെരോദാവ് ഞെട്ടി. അവൻ വേറെ രാജകുമാരൻ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ അവൻ പറഞ്ഞു ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ ആ വിവരം എന്നെ ഒന്ന് അറിയിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞു അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും നക്ഷത്രത്തെ നോക്കിയപ്പോൾ നക്ഷത്രം കറക്റ്റായിട്ട് കൊണ്ടുപോയി യേശു കിടന്ന പുൽത്തൊട്ടിയുടെ മേളിൽ കൊണ്ട് നിർത്തി അവിടെ കൊണ്ട് ലാൻഡ് ചെയ്യിച്ചു. അങ്ങനെ യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അടുത്ത് സംഭവിക്കുന്ന കാര്യമാണ് 2:12 ഹെരോദാവിന്റെ അടുക്കൽ മടങ്ങിപ്പോകരുത് എന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. ശ്രദ്ധിക്കണേ,
അപ്പോൾ ഈ ഹെരോദ വലിയ കണ്ണിയായിരുന്നു. അവൻ പറഞ്ഞു, നിങ്ങൾ കുഞ്ഞിനെ കാണുകയാണെങ്കിൽ, രാജാവിനെ കാണുകയാണെങ്കിൽ തിരിച്ചിവിടെ വന്ന ആ വിവരമൊക്കെ എന്നോടൊന്ന് അറിയിക്കണം. എന്തിനാണെന്നറിയാമോ? യവനിത് അറിഞ്ഞാൽ ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി വളരെ കണ്ണിങ്ങായൊരു വാക്കായിരുന്നു എന്ന് മനസ്സിലാകുന്നു. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ഈ പൊട്ടന്മാരായിട്ടുള്ള വിദ്വാന്മാരാണെങ്കിലും പൊട്ടന്മാരായ വിദ്വാന്മാരും ഉണ്ട് കേട്ടോ. ഇവന്മാർ അതുകൊണ്ടല്ലേ അവിടെ ചെന്ന് കയറിയത്. അപ്പോൾ അതുകൊണ്ട് ഇവർ തിരിച്ചു ചെന്ന് കയറുമെന്ന് അറിയാവുന്നതുകൊണ്ട് ദൈവത്തിൻ്റെ GPS വീണ്ടും ഓണായി. എന്താ പറഞ്ഞു? സ്വപ്നത്തിൽ ആർക്ക് വെളിപ്പെട്ടു? നമ്മുടെ വിഷയം എന്താണ്? സ്വപ്നമാണ്. മനസ്സിലാക്കിക്കോണം. സ്വപ്നത്തിൽ ആർക്ക് വെളിപ്പെട്ടു? ആദ്യം ആർക്കാണ് വെളിപ്പെട്ടത്? ആദ്യം മറിയയ്ക്ക് വെളിപ്പെട്ടു കുഞ്ഞുണ്ടാകുമെന്ന്. രണ്ടാമത് ആർക്ക് വെളിപ്പെട്ടു? സ്വപ്നത്തിലെ ദൈവത്തിന്. പറഞ്ഞാട്ടെ, ഉറക്കെ പറ, പ്രസംഗം തീരാൻ സമയമായി വരിക. പറഞ്ഞാട്ടെ, ആർക്ക് വെളിപ്പെട്ടു? ജോസഫിന് വെളിപ്പെട്ടു. ജോസഫിനെ ഓക്കെ ആക്കി ദൈവം. അപ്പൊ അടുത്തിനെ ഓക്കെ ആക്കേണ്ടത് ആരെയാ? വിദ്വാന്മാരെയാ. അപ്പൊ വിദ്വാന്മാരൊക്കെ ദൈവം സ്വപ്നത്തിൽ വെളിപ്പെട്ടു. എന്നിട്ട് എന്ത് ചെയ്തു? നീ വഴി ഇനി പോകല്ലോ, തിരിച്ചു പോകല്ലോ, വേറെ വഴിയായി പോണം. നീ തിരിച്ചു പോയാൽ യേശുവിനെ അവൻ കൊല്ലും. നിങ്ങൾ നോക്കണേ, നിനക്ക് അപകടമുണ്ടാക്കുന്ന ഡയറക്ഷൻ ദൈവം ചെയ്യത്തില്ല. ആ സമയം ആകുമ്പോൾ ദൈവം ദൂതനെ സ്വപ്നത്തിൽ അയക്കും. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഞാൻ ഇന്നലെ പകൽ മുഴുവൻ ഈ വചനത്തിന് മുമ്പിൽ ഇരിക്കുമായിരുന്നു. ഈ വചനം ഇന്നലെ പകൽ മുഴുവൻ ഇരിക്കുമായിരുന്നു. ഇന്നലെ പകലൊന്നും പുറത്തോട്ട് പോയില്ല. പരിശുദ്ധാത്മാവ് എന്നെ വളരെ ശക്തിയായിട്ട് ഈ ദൂതിൽ കൂടെ എന്നെ വെളിപ്പെടുത്തി, എന്നെ ശക്തിപ്പെടുത്തി. എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, നിനക്കെതിരെ ആരെല്ലാം കൂട്ടുകെട്ടുണ്ടാക്കിയാലും നീ അതോർത്ത് വറി ചെയ്യണ്ട. ഞാൻ ദൂതനെ അയക്കും. നേരത്തെ അയക്കത്തില്ല, താമസിച്ചും അയക്കത്തില്ല. അയക്കേണ്ട സമയത്ത് ദൈവം അയക്കും. യെസ്, വളരെ പ്രധാനപ്പെട്ട സമയമാണ്. സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നോളെ ഇന്ന് പകൽ. ദൈവത്തിന് സ്തോത്രം. ദൈവം ചിലരോട് പറയുന്നു, ഇന്ന് വളക്കാലം ദൈവം ദൂതനെ അയക്കും. വിദ്വാൻമാരടക്കം ദൂതനെ അയച്ചിട്ട് പറയുക, വിദ്വാൻമാരാ ദൂതനെ അയച്ചിട്ട് പറയുക. എന്താ പറയുന്നറിയാമോ? ആമേ, നീ ഈ വഴിയായിട്ട്. അതിനകത്തൊരു ആത്മീയ അർത്ഥമുണ്ട് കേട്ടോ. യേശുവിൻ്റെ അടുക്ക വരുന്ന വഴി കൂടെ അല്ല തിരിച്ചു പോകേണ്ടത്. യേശുവിൻ്റെ അടുക്കോട്ട് ഇങ്ങോട്ട് വരുന്ന വഴിയിലല്ല തിരിച്ചു പോകേണ്ടത് വേറെ വഴിയാണ്. ഇങ്ങോട്ട് വന്ന വഴി തെറ്റായ വഴിയാണെങ്കിൽ തിരിച്ചു പോകേണ്ട വഴി ആമേൻ ശരിയായ വഴി പോകണം. അത് ഇതിനകത്തൊരു ആത്മീയ അർത്ഥം ഇതിനകത്തുണ്ട്. അപ്പം സ്വപ്നത്തിൽ വെളിപ്പെട്ടു. ഇനി 13ാമത്തെ വാക്യം. അവൻ പോയ ശേഷം കർത്താവിന്റെ ദൂതൻ യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോയി. കേട്ടേ, ബാക്കി വായിക്കും, ഞാനങ്ങ് പറയാം. അപ്പം ദൈവം എന്തൊക്കെ ചെയ്തു? ജോസഫിനെ സ്വപ്നത്തിൽ കൂടെ റെഡിയാക്കി. രണ്ടാമതായി വിദ്വാൻമാരെ സ്വപ്നത്തിൽ കൂടെ റെഡിയാക്കി. യേശുവിൻ്റെ മരണത്തിന് സാധ്യതയുള്ള മേഖലകളെ ദൈവം അടച്ചു. അടുത്തൊരു വലിയ കാര്യം നിങ്ങൾക്ക് ഇതിനൊരു കാര്യം പറയാണ്. വിദ്വാൻമാർ തെറ്റി ആമേൻ കൊട്ടാരത്തിൽ പോയത് കൊണ്ട് ഒത്തിരി ആമേൻ യാതൊരുവിധ ആമേൻ മാർഗവുമില്ലാത്ത കുഞ്ഞുങ്ങളെ കൊല്ലേണ്ടതായിട്ട് വന്നു. നമ്മുടെ തെറ്റുകൊണ്ട് പലരും മരിക്കാനിടയാകരുത്. നമ്മുടെ അബദ്ധം കൊണ്ട് പലർക്കും തെറ്റുകൾ സംഭവിക്കാനിടയാകലെന്ന് ഇടയ്ക്ക് ഓർത്തോണം. അത്രയും പറഞ്ഞ ആ ഭാഗം ഞാൻ വിടുക. അപ്പം ഇവിടെ കർത്താവിൻ്റെ ദൂതൻ ജോസഫിന് വീണ്ടും സ്വപ്നത്തിൽ അടുത്ത GPS ഓണായി. സ്വപ്നത്തിൽ ദൂതൻ വീണ്ടും വെളിപ്പെട്ടു. എന്താ പറയുന്നത്? നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടിക്കൊണ്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോയി. ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്കുക. ഹെരോദാവ് സകല 2 വയസ്സിൽ താഴെയുള്ള സകല കുഞ്ഞുങ്ങളെ കൊല്ലാനായിട്ട് ഓർഡർ ഇട്ടിരിക്കുക. ആ കൂട്ടത്തിൽ യേശുവിനെ കൊല്ലാൻ സാധ്യത ഉള്ളതുകൊണ്ട് ദൈവ സ്വർഗത്തിൽ നിന്ന് വീണ്ടും ദൂതനെ അയച്ചിരിക്കുന്നു. ആരുടെ അടുക്കൽ? ജോസഫിന്റെ അടുക്കൽ. എന്നിട്ടെന്താ പറയുന്നത്? ജോസഫേ, നീ കുഞ്ഞിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് നീ ഈ ഇസ്രായേൽ ദേശം വിട്ടിട്ട് എവിടെ പോകണം? ഉറക്കെ പറ. മിസ്രൈമിലോട്ട് പോകണം. അല്ലെ രക്ഷപ്പെടാനൊക്കത്തില്ല. നോക്കണേ, ആളപായമുണ്ടാകുമെന്ന് ദൈവത്തിന് ബോധ്യമുണ്ടായപ്പോൾ ദൈവം ദൂതനെ വീണ്ടും സ്വപ്നത്തിൽ അയക്കുക.
ഒരു കാര്യം ഇന്ന് പകൽ ഓർത്തോണം. നിനക്കും നിന്റെ കുടുംബത്തിനും തലമുറയ്ക്കും നേരെ ആളപായമുണ്ടാകാൻ, അനർത്ഥമുണ്ടാകാൻ ദുഷ്ടപിശാച് കെട്ടിവെച്ച ചില കെട്ടുകൾ ഇന്ന് പകൽ ദൂതനെ അയച്ച് നിന്റെ സ്വപ്നമണ്ഡലങ്ങളിൽ, നിന്റെ ആത്മമണ്ഡലങ്ങളിൽ, യെസ് 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 ശക്തിയോട് ദൈവത്തെ ആരാധിച്ചു. സ്വപ്നമണ്ഡലങ്ങളിൽ, ആത്മമണ്ഡലങ്ങളിൽ ദൈവം പ്രവർത്തിക്കുക. ഈ ദൂതുകൾ ഒരു 2 മണിക്കൂർ നിന്ന് സംസാരിച്ചാലും എനിക്ക് തീരത്തില്ല. അത്രമാത്രം ആഴമായ സത്യം ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഇവിടം വരെ കൊണ്ടുവന്നു. കുഞ്ഞ് ജനിച്ചു, വിധേയന്മാരെ കണ്ടു, ഹെരോദന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ 2 വയസ്സിൽ താഴെയുള്ള സകല കുഞ്ഞുങ്ങളെ കൊല്ലാനായി ഓർഡർ ഇട്ടിരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ യേശുവിനെ തട്ടിപ്പോകും. അതുകൊണ്ട് യേശുവിനെ രക്ഷിക്കേണ്ട സ്വർഗത്തിന്റെ പദ്ധതിയാണ്. അതുകൊണ്ട് ദൈവം വീണ്ടും ജോസഫിന് സ്വപ്നത്തിൽ വെളിപ്പെട്ട് വന്നിരിക്കുന്നു. വളരെ ആത്മാർത്ഥമായി പറയുക, നിന്റെ കുടുംബത്തിന് നേരെ വാളോങ്ങി നിൽക്കുന്ന കറുത്ത കൊടി കെട്ടിക്കാൻ, നന്മകളെ ചോർത്തിക്കളയാൻ, നാളുകളായി പോരാടി നിൽക്കുന്ന ചില പോരുകൾ, അത് പുറത്തുനിന്ന് വന്നാലും അകത്തുനിന്ന് വന്നാലും ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അതിനെ നിർവീര്യമാക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി കൈകളടിച്ച് ഉറക്ക ദൈവത്തിന് സ്തോത്രം പറ. ചില കാര്യങ്ങൾ ദൈവം ചെയ്യുന്ന നമ്മൾ പോലും അറിയത്തില്ല. അതാ സത്യം. നമുക്ക് വേണ്ടി ദൈവം ചെയ്ത ചില കാര്യങ്ങൾ നമ്മൾ പോലും അറിയത്തില്ല. നീ ഒരു പൊട്ടനായിട്ട് പൊട്ടിയായിട്ട് ഇരിക്കുമ്പോൾ തന്നെ നിനക്ക് വേണ്ടി GPS ഓണാകും. അവിടെ ദൂതനെ എവിടെ അയക്കണം ദൈവത്തിന് അറിയാം. അവിടെ അയക്കും. ആൻറ്റി അങ്ങളെ അയക്കും. ഇന്ന് നിന്റെ ചോദ്യത്തിന് മറുപടി ഇപ്പം അയച്ചുകൊണ്ടിരിക്കുക. യേശുവിൻ്റെ നാമത്തെ ഇപ്പം അയച്ചുകൊണ്ടിരിക്കുക. ചില ഫയലുകൾ പുറത്ത് വരികയാണ്. കോടതി കേസുകൾ രമ്യമാകുക. ചില ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ട ജീവിതങ്ങൾ ഇന്ന് മുതൽ യേശുവിന്റെ നാമത്തിൽ പുറത്തു വരികയാണ്. അത് അഴിയട്ടെ. യേശുവിന്റെ ശക്തി ഒന്ന് വ്യാപരിക്കട്ടെ. ദൈവം ഇറങ്ങി വരട്ടെ. യെസ് 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 ഓൺലൈനിൽ കൂടെ ഞങ്ങളെ കേൾക്കുന്ന കുടുംബങ്ങൾക്കകത്ത് ദൈവം പ്രവർത്തിക്കുക. ഓൺലൈനിൽ ദൂരെ ഇരുന്നു കൊണ്ട് അമേരിക്ക, ഗൾഫ്, UK, അയർലൻഡ്, നോർത്ത് ഇന്ത്യ എവിടെ ഇരുന്നുകൊണ്ട് കേൾക്കുന്നു അവിടെയൊക്കെ ഇന്ന് പകൽ ദൈവം പ്രവർത്തിക്കുക. കഴിഞ്ഞ ദിവസം സഹോദരി പറഞ്ഞു, പാസ്റ്റർ ഞങ്ങളെ സഭായോഗം 10 മണിക്കാണ്. രാവിലെ പാസ്റ്റർ പ്രസംഗം കേട്ടിട്ട് 9:45 കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോകത്തുള്ളൂ. അത് കേട്ടിട്ടേ പോകത്തുള്ളൂ. ഞങ്ങൾ വീട്ടിൽ ഓണാ. അവരോട് ഞാൻ പറയുക, നിങ്ങളോട് തന്നെ പറയാ, ഇപ്പോൾ ഓണാക്കി വെച്ചിട്ട് നിങ്ങളോട് ഞാൻ പറയാ, നിങ്ങൾ കുടുംബത്തിലെ കെട്ടുകൾ കത്താ പൊട്ടിക്കുക. ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ കൽപ്പിച്ച് പറയുക, ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്. ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്. സ്വപ്നത്തിൽ, നേരിട്ടല്ല, സ്വപ്നത്തിൽ ദൈവം ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കിയേ, സംഭവിച്ചതെല്ലാം നന്മയ്ക്ക്, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നന്മയ്ക്ക്, ഇനി സംഭവിക്കാനുള്ളത് നന്മയ്ക്ക്. പ്രിയട്ടില്ലേ, കഴിഞ്ഞ കാലം സംഭവിച്ചതെല്ലാം നന്മയ്ക്ക്, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നന്മയ്ക്ക്, നാളെ സംഭവിക്കാൻ പോകുന്നതും നന്മയ്ക്കാണ്. ഉറപ്പോടെ വേണം. ഇന്ന് നല്ല കല്യാണത്തിന് കഴിച്ച് നിറഞ്ഞു പോകുന്നവർ വേണം പോകാൻ. അടപ്രഥമം കൂട്ടി കഴിച്ചിട്ട് ഇറങ്ങി പോകുന്നവർ വേണം ഇവിടുന്ന് പോകാൻ. നല്ല ഫാറ്റിയായിട്ട് വേണം പോകാൻ, ശക്തിപ്പെട്ട് വേണം പോകാൻ. ദൂതൻ ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് പകൽ. അപ്പൊ കുഞ്ഞിനെ കൊണ്ട് ഓടിക്കോ, യെരുശലേമിൽ നിൽക്കല്ലോ, ഓടിക്കോ, മിസ്രൈമിലേക്ക് പോകാനായിട്ട് ദൂത സ്വപ്നത്തിൽ ഇറങ്ങി. അപ്പൊ അവിടെ കൊണ്ട് കാര്യം തീർന്നെന്ന് ആമേൻ ജോസഫ് ചിന്തിച്ചത്. പക്ഷേ
19ാമത്തെ വാക്യത്തിൽ എന്നാൽ ഹെരോദാവ് കഴിഞ്ഞു പോയ ശേഷം കർത്താവിന്റെ ദൂതൻ ആ. മിസ്രൈമിൽ വെച്ച് യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ശിശുവിന് പ്രാണഹാനി വരുത്തുവാൻ നോക്കിയവർ മരിച്ചു പോയതുകൊണ്ട് നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞു. വീണ്ടും സ്വർഗത്തിലെ GPS ഓണായി. വീണ്ടും സ്വപ്നത്തിൽ ദൂതൻ ഇറങ്ങി ജോസഫിന്റെ അടുക്കൽ. നമ്മുടെ വിഷയം സ്വപ്നമാണ്. വീണ്ടും സ്വപ്നത്തിൽ ദൂതൻ ഇറങ്ങിയിട്ട് പറയുകയാണ്, ശ്രദ്ധിച്ചു കേട്ടോണം, എന്താ പറയുന്നത്? ശിശുവിനെ കുഞ്ഞിനെ കൊല്ലാൻ തീരുമാനിച്ചവർ അവിടെ തീർന്നു, അവന്റെ ഇടപാട് കഴിഞ്ഞു. നീ കുഞ്ഞിനെ കൊണ്ട് തിരിച്ചു പൊക്കോ. ആരാ പറയുന്നത്? തോന്നലല്ല, വീണ്ടും സ്വപ്നത്തെ ദൂതൻ ഇറങ്ങി ജോസഫിന്റെ അടുക്കൽ. ഉറക്ക സ്വന്തം. നിങ്ങൾക്ക് എന്റെ ഗൗരവം മനസ്സിലാകുന്നില്ലേ? പോകാൻ പറഞ്ഞവൻ തിരിച്ചു വരുത്താൻ ശക്തനാണ്. അപകടം ഉണ്ടാകുമെന്ന് പറഞ്ഞവൻ അപകട സ്ഥലത്തേക്ക് നിന്നെ മടക്കി വരുത്താൻ ശക്തനാണ്. ദേശം വിറ്റുപോയ നിന്നെ സ്വന്തം നാട്ടിൽ തിരിച്ചു വരുത്താൻ എന്റെ ദൈവം ശക്തനാണ്. പിടികിട്ടുന്നില്ലല്ലേ? ഇന്ന് മുതൽ യേശുവിന്റെ നാമത്തിൽ സ്വപ്നത്തിൽ ദൂതൻ വീണ്ടും ഇറങ്ങി തിരിച്ചു വരിക. ഇങ്ങനെ ഇരുന്നാൽ പോരാന്ന് എൻ്റെ ചിന്ത. ഈ ദൂതന്റെ മുമ്പിൽ ചില വിടുതൽ നടന്നേ പറ്റത്തുള്ളൂ. അതാ ഞാൻ പ്രത്യേകിച്ച് ഷൈൻ ചെയ്യാൻ വന്ന അല്ല ഇവിടെ. ഇന്നൊക്കെ ചില കെട്ട് പൊട്ടണം. ദൂതൻ ഇറങ്ങിയിട്ടുണ്ട് ആൻറ്റി, അങ്കിലെ ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്. നിനക്ക് അപായ സൂചനയുമായ ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് പോലെ യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കണം. സമയം പോകുന്നല്ലോ. അവിടെ കൊണ്ട് തീർന്നെന്നാ വിചാരിച്ച്, പക്ഷെ അവിടെ കൊണ്ട് തീർന്നില്ല കേട്ടോ. 12ാം വാക്യം വായിച്ച് 22ാം വാക്യം വായിച്ച് 22. എന്നാൽ യഹൂദയിൽ അർക്കെലോസ് തന്റെ അപ്പനായ ഹെരോദാവിന് പകരം വാഴുന്നു എന്ന് കേട്ടതുകൊണ്ട് അവിടെ പോകുവാൻ ഭയപ്പെട്ടു. സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് ഗലീല പ്രദേശങ്ങളിലേക്ക് മാറിപ്പോയി. സ്തോത്രം. ദൈവത്തിന് ദൂതം ശ്രദ്ധിച്ചു നോക്കണം. മെസ്സേജ് തീരാൻ പോകുക. ദൈവത്തിന് ദൂതം പറഞ്ഞു, യേശുവിനെ കൊല്ലാൻ സാധ്യതയുണ്ട്, നീ ഇസ്രായേൽ വിട്ട് മിസ്രൈമിലേക്ക് പോകും. ഹെരോദാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തെ ദൂതൻ വീണ്ടും വെളിപ്പെട്ട് വന്നിട്ട് ജോസഫ് പറയാണ്, കുഞ്ഞങ്ങോട്ട് തിരിച്ചു പോകും. സ്വപ്നത്തിൽ വീണ്ടും ദൈവദൂതൻ പറയാണ്, ഹെരോദാവിന്റെ മകനായ അവന്റെ പേര് എന്താണ്? അവന്റെ പേര് അർക്കെലിയോസ് എന്ന് പറയുന്ന അവന് ഈ ഹെരോദിനേക്കാൾ വേന്ദ്രനാണ്. നീ ഇപ്പോൾ അങ്ങോട്ട് പോയാൽ അവൻ ഈ കുഞ്ഞിനെ കൊല്ലാൻ എന്തുണ്ട്? പറ. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? അപ്പനേക്കാൾ മൂത്ത മോനാന്ന്. അവന് യേശുവിന്റെ മേൽ കണ്ണു വെച്ചിട്ടുണ്ട്. ആത്മീയ തലമുറ മേലെ നശിപ്പിക്കാൻ ഏത് കാരണത്ത് കണ്ണുണ്ട് കേട്ടോ. ആ തലമുറകളായി വാഴുന്ന കണ്ണുകളുണ്ട്. മനസ്സിലായോ? ഹെരോദാവിന്റെ കണ്ണ് മാത്രമല്ല, അർക്കെലിയോസിന്റെ കണ്ണുമുണ്ട്. കാരണം പരിശുദ്ധാത്മാവിനായി ജനിച്ച കുഞ്ഞാ യേശു, അവനെ നശിപ്പിക്കാൻ തലമുറകളായി വാഴുന്ന ചില കണ്ണുകളുണ്ട്. ഇന്ന് പോലെ യേശുവിന്റെ നാമത്തിൽ ആ കണ്ണിന്റെ ശക്തികളെ നിർവീര്യമാക്കാൻ യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി വ്യാപരിക്കുകയാണ്. ഓ, യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കട്ടെ. എന്നാൽ യഹൂദയിൽ അർക്കെലിയോസ് തന്റെ അപ്പനായ ഹെരോദാവിന് പകരം വാഴുന്നു എന്ന് കേട്ടതുകൊണ്ട് അവിടെ പോകുവാൻ ഭയപ്പെട്ടു. സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് വീണ്ടും ജോസഫിന് എന്തുണ്ടായി? അരുളപ്പാടുണ്ടായിട്ട് ഗലീല പ്രദേശങ്ങളിലേക്ക് മാറിപ്പോയി. ഗലീല പ്രദേശങ്ങളിലേക്ക് മാറിപ്പോകാൻ ദൈവം പറഞ്ഞു. ആദ്യം പറഞ്ഞ് പൊക്കോളം പറഞ്ഞു. പിന്നെ ഡേഞ്ചറാന്ന് ദൂതന് മനസ്സിലായപ്പോൾ ദൈവം വീണ്ടും ദൂതനെ അയക്കുകയാണ്. എന്നുമേ നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? ഏറ്റവും ലാസ്റ്റ് നിമിഷം വരെയും, ലാസ്റ്റ് ഡേഞ്ചർ വരെയും സ്മെല്ല് ചെയ്യുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. 14 അടി താഴ്ചയിൽ കിടക്കുന്ന മൃദുശരീരങ്ങളുണ്ടെങ്കിൽ അതിനെ മണത്തെടുത്ത് പറയാൻ കഴിവുള്ള ഡോഗ് സ്ക്വാഡാണ് ഇവിടെ വയനാട്ടിൽ ഇറങ്ങിയിരിക്കുന്നത്. 4 or 5 എണ്ണം. പിടിയിട്ടില്ലല്ലേ?
14 അടി താഴ്ചയിൽ വരെ ഡെഡ് ബോഡി ഉണ്ടെങ്കിൽ ഡെഡ് ബോഡി ഉണ്ടെന്ന് മണത്തു പറയാൻ കഴിവുള്ള ഡോഗ് സ്ക്വാഡ് കേരള പോലീസിനുണ്ട്. അതാണ് ഇപ്പോൾ ഓരോ മ്യൂസിയരും കണ്ടുപിടിച്ച് അത് കുഴിച്ചെടുത്ത് JCB കൊണ്ട് കുഴിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു പട്ടിയുടെ അകത്ത് ആ സ്മെല്ല് കൊണ്ട് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള കഴിവുള്ള പട്ടികളെ സൃഷ്ടിക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ നിനക്ക് നിൻ്റെ തലമുറയ്ക്കും ഉണ്ടാകുന്ന അതിശക്തമായ പ്രതികൂലങ്ങളെ മണത്തറിഞ്ഞ് സ്തോത്രം പറഞ്ഞോണം മണത്തറിഞ്ഞ് സ്വപ്നത്തിൽ ദൂതനെ അയച്ച് നിന്നെ വിടിയിപ്പാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് പോലെ ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ കൈമുട്ടി ഇരിക്കല്ല, വാ തുറന്ന് സ്തോത്രം പറയണം. ഇന്ന് പോലെ ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി വേണം. സ്വപ്നത്തിൽ വെളിപ്പെടുന്ന ഒരു ദൈവം, എനിക്ക് നേരെ വരുന്ന ഡേഞ്ചറുകളെ ഒപ്പിയെടുക്കുന്ന ഒരു ദൈവം. ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. യേശുവപ്പച്ചാനെ ഈ ഭൂമിയിൽ കൊന്നുകളയാനായിട്ട് ആരെല്ലാം ശ്രമിച്ചാലും ആത്മാവിലാണ് ജനിച്ചതെങ്കിൽ, പരിശുദ്ധമാവിലാണ് ജനിച്ചതെങ്കിൽ, പഴയ നിയമ പ്രവാചകന്മാർ പ്രവചിച്ചു വന്നതാണെങ്കിൽ അതിൻ്റെ പ്രവചന നിവൃത്തി ഫുൾഫില്ല് ചെയ്യാതിരിക്കാൻ ആരെല്ലാം തടഞ്ഞാലും സ്വർഗം നേരിട്ടിടപെടും. ദൂതനെ അയക്കും. സ്തോത്രം പറഞ്ഞ ദൂതനെ അയക്കും നിന്റെ വാഗ്ദത്തങ്ങൾ പൂർത്തീകരിക്കാതിരിക്കാൻ. ദൈവം ദൂതനെ അയക്കുമെന്നാ പറഞ്ഞത്. വിശ്വാസം വരുന്നില്ലല്ലേ? ദൈവം ദൂതനെ അയക്കും. ഇന്ന് പോലെ ആത്മാവ് തിരിച്ചറിഞ്ഞു. ചില മേഖലകളിൽ ദൈവം ദൂതനെ അയക്കും. എൻ്റെ അനുഭവം കൂടെ പറഞ്ഞിട്ട് മെസ്സേജ് അവസാനിപ്പിക്കുക. സുവിശേഷ വേല തുടങ്ങി ആത്മീയമായിട്ട് ഒക്കെ മുമ്പോട്ടിരുന്ന കാലയളവിൽ വിവാഹ ജീവിതം കഴിഞ്ഞ ദിവസം രാത്രിയിൽ ബീന പ്രഗ്നൻ്റാണ്. 3 മാസമായി. ഞാൻ രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു സ്വപ്നം കാണുകയാണ്. സ്വപ്നം ഇതാണ്: ഞാൻ എൻ്റെ കടലിൻ്റെ ശരിക്കൂടെ നടന്നു പോവുകയാണ്. ഭയങ്കരമായി കടലിളകി ഇങ്ങോട്ട് വന്നു. ഒരു 50 ആൾ പൊക്കത്തിൽ വെള്ളം ഇങ്ങനെ പൊങ്ങി വരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഈ സമുദ്രത്തിൽ മുങ്ങിപ്പോയി, ഇനി ആയുസ് രക്ഷപ്പെടത്തില്ല. ഉറക്കത്തില്ല, സ്വപ്നമോ, ആയുസ് രക്ഷപ്പെടത്തില്ല എന്ന് ഞാൻ, എൻ്റെ ദൈവമേ ഇവിടെ തീർന്നല്ലോ എന്ന് ഞാൻ നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കാണുന്നൊരു കാഴ്ച, ഈ സമുദ്രത്തിൻ്റെ നടുവിലൊരു വലിയ പാറ. ആ പാറയുടെ മുകളിൽ ഞാൻ ഇരിക്കുക. കൈപൊക്കി പറയുക, ഞാൻ ജയിച്ചു എന്ന് ഞാൻ പറയുക. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, ഏതോ വലിയ തിരമാല വരുന്നുണ്ട്, പക്ഷെ ഞാൻ തകർന്നു പോകത്തില്ല. അതിന് നടുവിലൊരു പാറയുണ്ട്. ക്രിസ്തുവാകുന്ന പാറ ഉള്ളിടത്തോളം കാലം ഞാൻ തകരത്തില്ല, ദൈവനെ ഉറപ്പിച്ചു. 3 മാസമായപ്പോൾ ബീന മീസിൽസ് വന്നു, പൊങ്കമ്പനി വന്നു. ഡോക്ടർമാർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു അബോർഷനാക്കണം, കാരണം കുഞ്ഞ് അംഗവൈകല്യമുള്ള കുഞ്ഞായിരിക്കും. ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യാൻ കഴിയത്തില്ല, പ്രാർത്ഥിച്ചു. 8 മാസമായപ്പോൾ പ്രീമച്ചുറായിട്ട് കുഞ്ഞ് ജനിച്ചു. വലിയ പ്രതിസന്ധി കൂടെ കടന്നുപോയ സമയങ്ങളെ ദൈവത്തിന് സ്തോത്രം. 6-ാം ദിവസം ഒരു ആൺകുഞ്ഞായിരുന്നു. 6-ാം ദിവസം കുഞ്ഞ് മരിച്ചുപോയി. ആദ്യത്തെ ആൺകുഞ്ഞ് മരിച്ചുപോയി. അപ്പം എനിക്ക് ഈ സ്വപ്നം ഓർമ്മ വന്നു, ദർശനം ഓർമ്മ വന്നു. വലിയ കാറ്റ്, വലിയ തിരമാല വന്നാലും പാറയുടെ പുറത്ത് നിൽക്കുന്നുണ്ട്, തകരാൻ ദൈവം അനുവദിക്കത്തില്ല. പിടിച്ചു നിന്നു. നഷ്ടങ്ങളും കഷ്ടങ്ങളും ഒക്കെ വന്നെങ്കിലും പിടിച്ചു നിന്നു. അതൊരു നഷ്ടമായിരുന്നെങ്കിലും പിന്നത്തേൽ ദൈവം അതിനെല്ലാം അനുഗ്രഹമായി തീർത്തു. ആ കുഞ്ഞ് ജീവിച്ചിരുന്നെങ്കിൽ, എന്നും രോഗിയായി കട്ടിലിൽ കിടക്കുന്നൊരു കുഞ്ഞായിട്ട് ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്കൊരിക്കലും സുവിശേഷ വരെ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ആ കുഞ്ഞിനെ നോക്കി 24 മണിക്കൂർ വീട്ടിലിരിക്കേണ്ട ഗതികേടുണ്ടായേനെ. പക്ഷെ ഞങ്ങളുടെ ശുശ്രൂഷ കണ്ടുകൊണ്ട് ദൈവം അന്ന് ആ കുഞ്ഞിനെ എടുത്തതാണെന്ന് പിന്നെ എനിക്ക് മനസ്സിലായി. നമുക്ക് ആദ്യമേ അറിയത്തുള്ളൂ, അവസാനം നമുക്ക് അറിയത്തില്ല.
ഞാൻ ജോലി ചെയ്യുന്ന കാലത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ അദ്ദേഹത്തിൻ്റെ കുഞ്ഞിതുപോലെ സായിപ്പിൻ്റെ ആശുപത്രിയിൽ പ്രീമച്ചറായിട്ട് മരിച്ചുപോയി. ജനിച്ച് 2 ദിവസമായപ്പോൾ മരിച്ചുപോയി. ഞാൻ ഓടി ആശുപത്രിയിൽ ചെന്ന കുഞ്ഞിനെ അവനെ ആ സൗകര്യം ആശ്വസിപ്പിക്കാൻ ചെന്നപ്പോൾ അവന് ഭയങ്കരമായി കരയുകയാണ്. അപ്പം ഞാനന്ന് കരയാൻ കഴിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ചു അവനെന്തിനാ കരയുന്നത്? 2 ദിവസമല്ലേ ആയുള്ളൂ കുഞ്ഞുണ്ടായിട്ട്, കുഞ്ഞിനെ വളർത്തി ഒന്നുമില്ലല്ലോ, പിന്നെ അവനിങ്ങനെ കരഞ്ഞത്. അപ്പം ഞാനോട് പറഞ്ഞിട്ടാ 2 ദിവസമല്ലേ ആയുള്ളൂ കൊച്ച് ഉണ്ടായിട്ട്, നീ കളിപ്പിച്ചും വളർത്തി ഒന്നുമില്ലല്ലോ, മരിച്ചു പോയതല്ലേ ഉള്ളൂ, വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. പിന്നെ അവനോട് പറഞ്ഞു, നീ ഇപ്പോൾ അറിയത്തില്ല കാര്യം എന്നാന്ന്, നിനക്ക് അനുഭവം ഉണ്ടാകുമ്പോഴേ അറിയത്തുള്ളൂ. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ എനിക്കൊരു അർത്ഥം മനസ്സിലായില്ല. എൻ്റെ ജീവിതത്തിൽ ആ അനുഭവം ഉണ്ടായപ്പോൾ മനസ്സിലായി അതിൻ്റെ ആഴം എത്രയാണെന്ന്. അവനവൻ്റെ ജീവിതത്തിൽ വിഷമം വരുമ്പോഴേ അതിൻ്റെ ആഴം അറിയത്തുള്ളൂ. മറ്റുള്ളവരെ നമുക്ക് പറയാനും അവർക്കെതിരെ പറയാനും ഒക്കെ വളരെ എളുപ്പമാണ്. അവനവൻ്റെ ജീവിതത്തിൽ വരുന്ന ഭാരം, മരണത്തിൽ കൂടെ കടന്നു പോയവർക്ക് മരണത്തിൻ്റെ വേദന അറിയത്തുള്ളൂ. ഓപ്പറേഷൻ കൂടെ കടന്നു പോയവർക്ക് ഓപ്പറേഷൻ വില അറിയത്തുള്ളൂ. ആമേ ദുഃഖിപ്പിക്കുന്ന ദുഃഖത്തിൻ്റെ ഭാരത്തിൻ്റെയും വിഷമങ്ങളുടെയും നടുവില്ലേ നമുക്ക് ആശ്വാസം പകരാൻ കഴിയുന്ന ദൈവം മാത്രമേ ഉള്ളെന്ന് ഓർത്തു വേണം. അതുകൊണ്ട് മുറിവേറ്റവർക്ക് മാത്രമേ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ കഴിയത്തുള്ളൂ. ഭർത്താക്കന്മാർ ഉള്ളവർക്ക് ഭർത്താക്കന്മാർ ഇല്ലാത്തൊരു വിഷമം അറിയത്തില്ല. വിധവമാരായ സൗര്യന്മാർക്ക് മാത്രമേ എൻ്റെ വേദന അറിയത്തുള്ളൂ. കുഞ്ഞുങ്ങളുടെ വേർപെട്ട് പോയതിൻ്റെ വേദന അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. രോഗം വന്നവർക്ക് മാത്രമേ അതിൻ്റെ വിഷമം അറിയത്തുള്ളൂ. പ്രിയമുള്ളവരെ, ആരെക്കുറിച്ചും ഒരു നെഗറ്റീവ് കമൻറ്റ് പറയാതെ ദൈവത്തിലുള്ള ആശ്രയം വിശ്വാസമുള്ളവരായി ധൈര്യവും ഉറപ്പുമുള്ളവരായി നമുക്കിന്ന് പാലക്കാട് ഇവിടുന്ന് സന്തോഷത്തോടെ പോകണം. ഒരു കാര്യം ഞാൻ ഉറപ്പോടെ പറഞ്ഞ് നിർത്താൻ എനിക്കിഷ്ടമില്ല, എങ്കിൽ ഞാൻ നിർത്തുകയാണ്. സ്വപ്നത്തിൽ വെളിപ്പെടുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ ജീവിതത്തിൽ കടുതിൻ്റെ നടുവിൽ, വേദന നടുവിൽ, ഭാരങ്ങളുടെ നടുവിൽ നിനക്ക് വേണ്ടി ഇറങ്ങുന്നൊരു സ്വപ്നമുണ്ട്. നീ ഉറങ്ങുമ്പോഴും ഉറങ്ങാത്തൊരു ദൈവം നിൻ്റെ മുറിക്കകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നീ അനാഥയല്ല, നീ ഏകയല്ല, നിനക്കൊരു ഓടയവ സ്വർഗത്തിലുണ്ട്. ദൂതന്മാരെ കാവൽ നിനക്കും നിന്റെ തലമുറയ്ക്കും ചുറ്റുമുണ്ടെന്ന് ഇന്ന് പകൽ നീ തിരിച്ചറിയും. 2 കരം ഉയർത്തിപ്പിടിച്ചോണ്ട് കരങ്ങൾ വീശി നമുക്കൊരു സ്തോത്രം പറയാം. കരങ്ങൾ വീശി, കർത്താവേ, സ്വപ്നത്തിൽ വെളിപ്പെടുത്തുന്ന ദൈവമേ, അങ്ങനെ സാരിത തിരിച്ചറിയാൻ ഞങ്ങളെ സഹായിക്കണമേ.